അങ്ങനെ കണ്ണടച്ച് തുറക്കും മുമ്പ് നമ്മുടെ കല്യാണം കഴിഞ്ഞല്ലേ? നമ്മുടെ പേര് തമ്മിൽ എന്ത് സമയം നോക്കി. ഹരി ഹെന്ന, ഹെന്ന ഹരി. ആഹാ, 2 എച്ചില്. അല്ല, 2 എച്ചിലാണ് തുടങ്ങണമെന്ന് പറയണേ. പക്ഷെ എന്റെ പേര് എനിക്ക് ഇഷ്ടമല്ല കേട്ടാ. അതെന്താ ഇഷ്ടമല്ലാത്ത? എന്റെ അച്ഛന്റെ കോഴി ബിസിനസ് ഒക്കെ റെഡിയായത് ഞാൻ ജനിച്ചതിന് ശേഷം അച്ഛൻ പറഞ്ഞു. അല്ല, ഈ നിന്റെ പേരും ഈ കോഴി ബിസിനസ്സും തമ്മിൽ എന്താ ബന്ധം? എന്നെന്ന് വെച്ചാ എന്താ? എന്നെന്ന് വെച്ചാ കോഴി. ഇപ്പൊ മനസ്സിലായോ? പിന്നെ എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട് ഇവിടെ അടുത്തുണ്ടായിരുന്നു. പുള്ളിക്കാർത്തിക്ക് അന്ന് യൂണിവേഴ്സിറ്റി എക്സാം ആയതുകൊണ്ട് കല്യാണത്തിന് വരാൻ പറ്റിയില്ല. നമുക്കൊന്ന് അവളെ പോയി കണ്ടാലോ? പുള്ളിക്കാർത്തിക്ക് ഒരു സർപ്രൈസും ആവും. ചേട്ടന് വേറെ എനിക്കെന്ത് പ്രശ്നം? എനിക്ക് സന്തോഷമേ ഉള്ളൂ. പോവാ. എടി പുഷ്പേ, നിന്റെ കല്യാണം കഴിഞ്ഞ? അതേടാ, നിനക്കെന്താ? നമ്മളോടൊന്നും പറഞ്ഞില്ല. നീ പോടാ. ഒന്നിന്ന് എന്താ ഇത്? ചേട്ടാന്ന്. അതൊക്കെ പോട്ടാ. ഈ പുഷ്പ ആരാ? അത് ഞാൻ ചേട്ടനോട് പറഞ്ഞില്ലേ, എനിക്ക് എന്റെ പേര് ഇഷ്ടമല്ലാന്ന്. അതുകൊണ്ട് ഇട്ട പേരാ പുഷ്പ. അല്ല, അവനാരാ? അതെന്റെ വീടിന്റെ അടുത്തുള്ള ഏട്ടാ. കല്യാണത്തിന് മുന്നേ കുറെ പുറകെ തന്നെ ശല്യപ്പെടുത്തിയിട്ടുണ്ട്. ആണല്ലേ? അപ്പൊ അവനൊക്കെ എന്നോട് ഭയങ്കര അസൂയായിരിക്കും അല്ലേ? ചേട്ടാ എന്റെ പൊന്നേടി, ഇത് ഇപ്പഴെങ്ങനെ എത്തുവാ? ഏടാ, 2 വളവ് കൂടെ ഉള്ളൂ. പുഷ്പ, നീ എന്താ ഇവിടെ? എന്തേ? പുതിയ ചെക്കനൊക്കെ അല്ലേ? ആയി. നിനക്ക് എന്താ? ഒന്നുമില്ല. ഇവിടെ ഒന്നിരുന്നേ. എടി, ആരാടി വന്മാരൊക്കെ? അതെന്റെ വീട്ടിൽ ചിക്കൻ മേടിക്കാൻ വന്ന ചെക്കനാ. കല്യാണത്തിന് മുന്നേ കുറെ പുറകെ നടന്ന് ശല്യപ്പെടുത്തിയിട്ടുണ്ട്. ഇതിപ്പോ ഒരുപാടായല്ലേ. ഉമാർക്കൊക്കെ എന്നോട് അസൂയായിരിക്കുമല്ലേ? അസൂയല്ലടാ, ഇവിടെ സഹതാപാണുള്ളത്. സഹതാപോ? ഈ പറഞ്ഞൊക്കെ കറക്റ്റാ. ഒരുപാട് പേരുണ്ട് പുറകെ നടന്ന ലിസ്റ്റില്. അതില് ഞാനും ഉണ്ട്. പക്ഷെ ഒരു വ്യത്യാസം ഉണ്ട്. ഞങ്ങളല്ല അവളെ പുറകെ നടന്നത്, പിന്നെ ഇവളാണ് ഞങ്ങളെ പുറകെ നടന്നത്. അത് കണ്ടിട്ട് നാട്ടുകാർ വിളിക്കിട്ട പേരാണ് പുഷ്പാന്ന്. നിനക്കൊരു കാര്യം അറിയോ? ഇല്ല. ഈ ഗ്രാമപഞ്ചായത്തിൽ ആകെ 200 പുരുഷന്മാരാണുള്ളത്. എനിക്കറിയാലോ. അതിൽ 100 പേരോട് ഇവള് ഇഷ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ദിസ്? എന്തിനു പറയാൻ, വയസ്സായി കിടക്കണ എൻ്റെ അച്ഛനെ പോലും ഇവള് വെറുതെ വിട്ടില്ല. അയാളോട് പോയി പറഞ്ഞു ഇഷ്ടാന്ന്. ചേട്ടാ, ഇവൻ കള്ളം പറയാ. എനിക്കറിയാം ഇവൻ കള്ളമാണെന്ന് എനിക്കറിയാം. എടാ, ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഇരിക്കണ കൊണ്ടിട്ടുള്ളൊരു അസൂയല്ലടാ നിനക്ക്. ഇവിടെ ഉള്ള എല്ലാവർക്കും ഇപ്പോൾ പോയ 2 മാർക്ക് വരെ അസൂയായിരുന്നു. എനിക്ക് എൻ്റെ പൊന്നൂസിനറിയാം. ഈ ഒരു ഒറ്റ ദിവസം കൊണ്ട് ഞാൻ അവളെ മനസ്സിലാക്കിയത്. അറിയോ നിനക്ക്? ചേട്ടൻ കൂടെ മാർക്കി. പറ. എടാ, നിനക്കും എനിക്കും അറിയാവുന്ന കാര്യമാണ്. നിന്റെ അച്ഛന്റെ പുറകെ ഞാൻ നടന്നത് നിന്റെ ചേട്ടനാന്ന് ഓർത്തിട്ടാന്ന്. ഇവന്റെ അച്ഛൻ ഡൈ അടിച്ച് നടക്കുമെന്ന് എനിക്കറിയോ ചേട്ടാ? അയ്യോ. പിന്നെ ഇവന്റെ അച്ഛനെ കണ്ണ മമ്മൂട്ടി മാറി നിൽക്കും. നീ കേട്ട് മാറിയുന്നേ. എടാ, നീ ഇവിടെ കിടന്ന് കറങ്ങിത്തിരാണ്ട് പൊയ്ക്ക്. ഞാൻ പോവാ, പക്ഷെ നീ ഇവള് പോകാണ്ട് നോക്കോ? ഞാൻ ഇവിടെ പോകണ്ട നോക്കിക്കോളാം. പൊയ്ക്ക്. ശരി. എടി, ഞാൻ എന്തൊക്കെയാണ് ഈ കേൾക്കണം? നിനക്കൊരു കാര്യം അറിയോ? കല്യാണം കഴിഞ്ഞ് അന്നോട്ട് ഞാൻ നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണേ. അത് മാത്രമല്ല, നീ അല്ലാണ്ട് വേറൊരു പെണ്ണിൻ്റെ മുഖത്ത് പോലും ഞാൻ നോക്കിയിട്ടില്ല. ഇതൊക്കെ എല്ലാം കേട്ടിട്ട് എൻ്റെ നെഞ്ച് വേദന എടുക്കുകയാണ്. ചേട്ടാ, ഇത് തലയല്ലേ? നീ ഇപ്പം എൻ്റെ തലയിലും ആയല്ല, അതിൻ്റെ വേദന. ചേട്ടാ, ആൾക്കാരൊക്കെ നോക്കണം. ഇത് നമുക്ക് വീട്ടിൽ പോയിട്ട് പറയാം. ഇപ്പൊ അവളെ കാണാൻ പോവാം. ഞാൻ ഇല്ല. പ്ലീസ്. ഇല്ല. വാ വാ വാ. അമ്മ തലയിലായി. ഇപ്പം എന്ത് ചെയ്യാനാ? ചേട്ടാ ചേട്ടാ, ഇത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഫ്രണ്ട്, അതാ അവള്. അയ്യോ കൃഷ്ണ, ഞാൻ പറഞ്ഞില്ലേ ഏട്ടാ അവള് സർപ്രൈസ് ആവുന്നു. സർപ്രൈസ് ആയല്ലേ? സർപ്രൈസ് മാങ്ങാത്തൊലി. എടി, ഇത് കൃഷ്ണനല്ലേ? അല്ല, ഇത് ഹരി. ഹരി, എന്റെ പൊന്നു കൊച്ചേ, നിനക്ക് ഇവനെ കിട്ടുള്ളൂ കല്യാണം കഴിക്കാൻ? എന്നോട് ഞാൻ പറഞ്ഞില്ലേ എന്റെ കോളേജിൽ ഒരു കോഴി ഉണ്ടായിരുന്നു എന്ന്. എന്നിട്ട് സാരി മാറ്റി ഞങ്ങൾ എല്ലാവരും ചുരിദാരും പർദ്ദയാക്കിന്ന്. അത് ഇവൻ കാരണാ. എന്നാലും എന്റെ ചേട്ടാ, എന്റെ മുഖത്തല്ലാണ്ട് വേറെ ആരുടെയും മുഖത്ത് നോക്കിയിട്ടില്ലാന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിന്റെ മുഖത്ത് നോക്കിയിട്ടുള്ളൂ. ഇപ്പം അതുകൊണ്ട് മുഖം എനിക്ക് മനസ്സിലായ വയറൊന്ന് ഇപ്പൊ മനസ്സിലായി. അനു ബെസ്റ്റ് സെലക്ഷൻ. ചക്കി കൊത്ത ചങ്കർ തന്നെ ആളെ വിട് സ്വാമി. ഇഷ്ടമാന്ന് പറഞ്ഞാണ്. എനിക്കറിയാലോ, പക്ഷെ ഒരു വ്യത്യാസം ഉണ്ട്. എന്താ? ഇവളല്ല ഞങ്ങൾ പുറകെ നടന്നത്, പിന്നെ അവളാണ് ഞങ്ങളെ പുറകെ. സോറി 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 ട്രൂത്ത്. ഇത് കേൾക്കണം. അയ്യോ സോറി സോറി സോറി. ഞങ്ങളല്ല.
നിനക്കും എനിക്കറിയാം നിന്റെ അച്ഛന്റെ പുറകെ ഞാൻ ഒരു ചേട്ടനാന്ന് ഓർത്തിട്ടാണ്. കറക്റ്റ് എടി നീ നിനക്കും എനിക്കും അറിയാം നിന്റെ അച്ഛന്റെ പുറകെ ഞാൻ നിന്റെ ചേട്ടനാന്ന് ഓർത്തിട്ടാണ്. നിനക്കും എനിക്കും അറിയാം അയ്യോ ചേട്ടൻ നിനക്കും എനിക്കും അറിയാം നിന്റെ ചേട്ടൻ നിന്റെ ചേട്ടന്റെ പുറ ചിരിപ്പിക്കണില്ല. അതെ ഫ്രണ്ട് അതില് ഞാനും ഉണ്ട്. പക്ഷേ ഞാനും ഉണ്ട്. എന്തായാലും കൊണ്ട സ്വീകരിക്കും എന്നെ തുടങ്ങിയ ഇവളല്ല ഞങ്ങളെ പുറകെ നടന്നത്. ഞങ്ങളല്ല ഇവളെ പുറകെ ചിക്കൻ മേടിക്കാൻ വരുന്ന ചെക്കനാ കല്യാണത്തിന് മുന്നേ പുറകെ ശല്യപ്പെടുത്തിയിട്ടുണ്ട്. ചേട്ടൻ കള്ളം പറയാ. വയസ്സായ അച്ഛൻ പറയുമ്പോഴാ കള്ളം പറയേണ്ടത്. അതിന് മുന്നേ ഒരു കള്ളം പറയലുണ്ടായിരുന്നില്ല. ആരാണ് ഇവന്മാരൊക്കെ? അതെന്റെ വീട്ടിൽ ചിക്കൻ മേടിക്കാൻ കൊണ്ടുവന്ന ചെക്കനാ. ഇതെന്താണ് നീക്ക് സാധനം പോയത് ഇപ്പൊ? ചിക്കൻ മേടിക്കാൻ ചെക്കനാ. എന്താണ് നിനക്ക് എന്താണ് സംഭവം? വന്നേ അതെന്റെ വീട്ടിൽ ചിക്കൻ മേടിക്കാൻ വന്ന ചെക്കൻ. അല്ല ബെസ്റ്റ് സെലക്ഷൻ. സോറി അത് കുഴപ്പമില്ല. നമ്മുടെ പേരിൽ തമ്മിൽ വെച്ച്